ഹലോ, എല്ലാവർക്കും ഇവോറ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ജാക്കറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. വേണ്ടി ഞാൻ 1 മീറ്റർ കോട്ടൺ മെറ്റീരിയലും 1 മീറ്റർ ലൈനിങ് മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. ഞാൻ 13 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ബോഡി പാർട്ടിന് ആവശ്യമായ തുണി മാത്രം ഇതുപോലെ 4ആയി മടക്കി എടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് പിന്നെ സ്ലീവൊക്കെ കട്ട് ചെയ്യുമ്പം എടുക്കാം ബാക്കി വരുന്ന പീസ്. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഈ ടോപ്പിന് 14.5 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 16ലാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 14 ആണ്, അതിൻ്റെ ഹാഫ് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തോട്ട് കൈക്കുഴിയും 7 ഇഞ്ചസാണ് വരുന്നത്, അതും താഴത്തോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തു. ഇനി ഷോൾഡറും കൈക്കുഴിയും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക സ്കെയിൽ വെച്ചിട്ട്. ചെസ്റ്റ് റൗണ്ട് 33 ഇഞ്ചസാണ്, അതിൻ്റെ 4 ഭാഗം 8.25 വരും. അതിൻ്റെ കൂടെ 1.75 സീം അലവൻസും കൂടി ചേർത്തിട്ട് 10ലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് റൗണ്ട് 29 ഇഞ്ചസാണ്, അതിൻ്റെ 4 ഭാഗം 7.25, അതിൻ്റെ കൂടെ 1.75 സീം അലവൻസും ചേർത്തിട്ട് ഞാൻ 9ൽ മാർക്ക് ചെയ്തു. വേസ്റ്റ് റൗണ്ടും ചെസ്റ്റ് റൗണ്ടും ഒന്ന് യോജിപ്പിച്ചു. വിഡ്ത്ത് 2.75 ഇഞ്ചസ്, ഫ്രണ്ട് നെക്ക് ഡെപ്ത് 5 ഇഞ്ചസ്. അത് രണ്ടും മാർക്ക് ചെയ്തിട്ട് ഞാനൊന്ന് ജോയിൻ ചെയ്തെടുത്തു. അത് രണ്ടും കൂടി ജോയിൻ ചെയ്തെടുത്ത് താഴത്തെ ഭാഗം ഒരു ബോക്സ് ഷേപ്പിലാക്കി മാറ്റി. പിന്നെ 0.5 ഇഞ്ചസ് ഷോൾഡർ സ്ലോപ്പും കൊടുത്തു. കൈക്കുഴി ഇതുപോലെ 1 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി വരച്ചു. എന്നിട്ട് ഞാനത് റൗണ്ട് ഷേപ്പിൽ അവിടെ വരച്ചെടുത്തു. നിങ്ങളടുത്ത് കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും വരയ്ക്കാം. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പുറകിൽ വേറെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അതെൻ്റെ അടുത്തുള്ളൊരു പാരറ്റാണ്, അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ബാക്ക് നെക്കിന് ഞാൻ 3 ഇഞ്ചസാണ് ഡെപ്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി മാർക്ക് ചെയ്തിട്ട് യു ഷേപ്പിൽ ഞാൻ വരച്ചെടുത്തു. ഫ്രണ്ട് നെക്കിന് വി ഷേപ്പും കൊടുത്തു. ഇനി മാർക്കിങ്ങിലേക്കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പോർഷന് വേണ്ടി മാർക്ക് ചെയ്തതിലേക്കൂടെ വേണം ആദ്യം കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നെക്ക് മാർക്ക് ചെയ്തതിലേക്കൂടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നെക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഫ്രണ്ടിലത്തെ കൈക്കുഴി 1/2 ഇഞ്ചസ് ഉള്ളിലോട്ടേക്ക് കയറ്റി കട്ട് ചെയ്തെടുക്കുക. പോർഷൻ്റെ മിഡിൽ കൂടി ഒരു കട്ട് കൊടുക്കുക, കാരണം നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ടും ബാക്കും ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ലൈനിങ്. ഇനി കട്ട് ചെയ്തെടുത്ത ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഇതുപോലെ യോജിപ്പിച്ച് വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടി അത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബാക്ക് പീസിലും നെക്കിൻ്റെ പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിതിപ്പം ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി അത് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡിൽ വരുന്ന പാർട്ടൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ ബാക്കിലത്തെ പാർട്ടും ചെയ്യുക. ഇനി ഇതുപോലെ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് രണ്ടിൻ്റെയും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഷോൾഡർ രണ്ടും ഞാൻ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവിന് വേണ്ടി ഞാൻ 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് വിഡ്ത്ത് വൈസ് മടക്കി വെക്കണം. അപ്പം അതിൻ്റെ വിഡ്ത്ത് മടക്കി കഴിയുമ്പോൾ കിട്ടുന്നത് 13 ഇഞ്ചസാണ്, നമ്മൾ ആം ഹോൾ റൗണ്ടിൻ്റെ ഹാഫ്. പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചസാണ് സ്ലീവ് ലെങ്ത്ത്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ചും കൂടി കൂട്ടി 17 ഇഞ്ചസിൽ മാർക്ക് ചെയ്തു. ഈ ക്ലോത്തിൻ്റെ താഴത്തെ ഭാഗത്തൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതൊരു സ്റ്റാൻഡേർഡ് ഫിഗറാണ്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് കർവ് ഷേപ്പിൽ വരച്ചെടുക്കുക. ഇനി സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം.
ഇനി രണ്ട് സ്ലീവും ഇതുപോലെ നിവർത്തി വെച്ചിട്ട് രണ്ടിൻ്റെയും ഫ്രണ്ട് സൈഡിൽ വരുന്ന ഭാഗത്ത് മാത്രം ഒരു അര ഇഞ്ചിൽ ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടുമ്പം നമ്മുടെ തോളിൻ്റെ അവിടെ ഇങ്ങനെ ചുരുക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി രണ്ട് സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ അവിടെയും കൂടി ഇതുപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്ലീവ്സും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിലേക്കൂടി ലൈൻ വരച്ചിട്ട് ആ ലൈനിലേക്കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിഭാഗം കൂടി ഒന്ന് മടക്കി തയ്ക്കണം. താഴത്തെ ഭാഗം ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവർകോട്ടായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ചെറിയൊരു വ്യത്യാസം കൂടി വരുത്തുന്നുണ്ട്. ഇതുപോലെ രണ്ട് കോർണറും സൈഡിലോട്ട് മടക്കി നന്നായി അയൺ ചെയ്തെടുത്തിട്ട് അവിടെ രണ്ട് ഷോ ബട്ടൺ കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓവർകോട്ടാവും. വീഡിയോയിൽ അത് ലൈനിങ് മെറ്റീരിയൽ ബ്ലാക്ക് ആയതുകൊണ്ട് അത്ര ക്ലിയർ ആവുന്നില്ല. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അയൺ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് സൈഡും. എന്നിട്ട് അവിടെ ഒരു കോർണറിൽ ഒരു ഷോ ബട്ടൺ പിടിപ്പിക്കും. പിന്നെ താഴെ ഒരു ഷോ ബട്ടണും ഒരു ലൂപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഓവർകോട്ട് റെഡി ആയി കഴിഞ്ഞു. ഇതിപ്പോൾ മോള് ഒരു ഫ്രോക്കിൻ്റെ കൂടെ ഇട്ടിട്ടാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.